ലാപ്ടോപ്പുകളിൽ വരുന്ന കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. പവർ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് സ്ക്രീനിലൊന്നും കാണില്ല, പക്ഷേ സൈഡിൽ ലൈറ്റൊക്കെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാവും. ലാപ്ടോപ്പ് ചിലപ്പോൾ ചാർജർ ഇല്ലാതെയും ചിലപ്പോൾ ബാറ്ററിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ നമുക്കത് ബോർഡിൻ്റെ ഇഷ്യൂസ് ആണോ അതോ സ്ക്രീനിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. ലാപ്ടോപ്പ് ഓൺ ആക്കിയതിന് ശേഷം ക്യാപ്സ് ലോക്ക് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മദർ ബോർഡിൻ്റെ ഇഷ്യൂസ് അല്ല. മദർ ബോർഡ് പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ലൈറ്റ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യല് സ്ക്രീനോ അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീനിലേക്ക് പോകുന്ന കേബിളോ ആണ്. ഈ മദർ ബോർഡിൻ്റെ കേസിൽ നമ്മൾ പവർ സപ്ലൈ കണക്ട് ചെയ്യുന്ന സമയത്ത് ആംബിയർ ഒക്കെ പ്രോപ്പറായിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല. ബോർഡിൽ പവർ കൊടുത്തതിന് ശേഷം നമ്മൾ മൾട്ടിമീറ്റർ വെച്ചിട്ട് എല്ലാ വോൾട്ടേജും ഇൻഡിവിജ്വലായിട്ട് ചെക്ക് ചെയ്തു. ബോർഡിലേക്ക് ആവശ്യമായിട്ടുള്ള പവർ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കിയത്. വോൾട്ടേജ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ബയോസ് ഐസിൻ്റെ ഫാൾട്ട് ആണെന്നുള്ളതാണ്. മദർ ബോർഡിൽ നിന്ന് ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യാത്തത് ഒരു 50% ബയോസ് ഐസി കറക്റ്റ് ആവുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ ഐസിൻ്റെ കംപ്ലൈൻറ്റ് ആവുന്നതാണ്. ബയോസ് ഫയർ നമ്മൾ മദർ ബോർഡിലെ പാർട്ട് നമ്പർ വെച്ചിട്ട് ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐസി നമ്മൾ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്ത ടൂള് RT809FE സീരീസിലുള്ള പ്രോഗ്രാമറാണ്. ഫ്ലാഷിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തു. ആംബിയർ പ്രോപ്പറായിട്ട് എടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പവർ സപ്ലൈ കണക്ട് ചെയ്തു. പ്രോഗ്രാം ചെയ്ത ഫയൽ പ്രോപ്പർ ആയതുകൊണ്ട് ആംബിയർ കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ബാറ്ററി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പവർ സ്വിച്ച് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ഡിസ്പ്ലേ വരുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാപ്ടോപ്പുകളിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം.